elephant. Okay. A യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് നമുക്ക് പരിചയപ്പെട്ടാലോ? ഇംഗ്ലീഷ് ലെറ്റർ ജീനെയാണ് നമ്മൾ ഗേ ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. എന്താണ്? ഗേ. ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആണ്, പക്ഷെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ചില കേസസിൽ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് ലെറ്റർ എ. എ. ഇംഗ്ലീഷ് ലെറ്റർ ഈനെയാണ് നമ്മൾ എ ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. എ. ഓക്കെ, എ യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് നോക്കാം. എലഫാന്റ്. എലഫാന്റ്. ശ്രദ്ധിക്കുക, ആ സൗണ്ട് ആണ്. സോ എലഫാന്റ്. എലഫാന്റ് മീനിങ് എലിഫന്റ്. എലിഫന്റ്. ഓക്കെ, എലഫാന്റ്. ഓക്കെ, സോ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? എ. എ. എലഫാന്റ്. എലഫാന്റ്. ഓക്കെ, എ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് നമുക്ക് പരിചയപ്പെട്ടാലോ? എസൻ. എസൻ. എസൻ മീനിങ് ഫുഡ്. എൽട്ടേൺ. എൽട്ടേൺ. എൽട്ടേൺ മീനിങ് പേരൻസ്. എക്കെ. എക്കെ. എക്കെ മീനിങ് കോർണർ, ഒരു കോർണർ. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മീനിങ് ഇംഗ്ലീഷ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിനെ നമ്മൾ ജർമ്മനിൽ ഇംഗ്ലീഷ് എന്നായിരിക്കും പറയുന്നത്. ഇംഗ്ലീഷ്. നെക്സ്റ്റ്, ഇതിന്റെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വേർഡ് എൽഫ്. എൽഫ്. എൽഫ് മീനിങ് 11. എൽഫ് മീനിങ് 11. ഓക്കെ, സോ എൻ്റെ കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? എസൻ, എൽട്ടൺ, എക്കെ, ഇംഗ്ലീഷ്, എൽഫ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ലെറ്റർ എഫ്. എഫ്. ഇംഗ്ലീഷ് ലെറ്റർ എഫിന്റെ സെയിം പ്രൊണൗൺസിയേഷൻ ആണ് ജർമ്മനിലും. എഫ്. എഫ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് നോക്കാം. ഫിഷ്. ഫിഷ്. ഫിഷ് മീനിങ് ഫിഷ്. ഇവിടെ ജർമ്മനിലെയും ഇംഗ്ലീഷിലെയും പ്രൊണൗൺസിയേഷൻ സെയിം ആണ്, പക്ഷേ ശ്രദ്ധിക്കണം, സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരു സേ യൂസ് ചെയ്തിട്ടുണ്ട്, ജർമ്മൻ സേ യൂസ് ചെയ്തിട്ടുണ്ട്. സോ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? എഫ്. എഫ്. ഫിഷ്. ഫിഷ്. സോ എഫ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് നമുക്ക് നോക്കാം. ഫ്രോയിന്റ്. ഫ്രോയിന്റ്. ഫ്രോയിന്റ് മീനിങ് ഫ്രണ്ട്. ഫെൻസ്റ്റർ. ഫെൻസ്റ്റർ. ഫെൻസ്റ്റർ മീനിങ് വിൻഡോ. familiar. familiar. familiar meaning family. farbe. farbe. farbe meaning color. frage. frage. frage meaning question. Okay, so എൻ്റെ കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഫ്രോയിന്റ്, ഫെൻസ്റ്റർ, familiar, farbe, frage. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. നെക്സ്റ്റ് ലെറ്റർ ഗേ. ഗേ. ഇംഗ്ലീഷ് ലെറ്റർ ജീനെയാണ് നമ്മൾ ഗേ ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. എന്താണ്? ഗേ. ഗേ യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് നോക്കാം. ഗിറാഫ്. ഗിറാഫ്. ഗിറാഫ് മീനിങ് ജിറാഫ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ്ങുകൾ സെയിം ആണ്, പക്ഷെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. ഗിറാഫ്. ഓക്കെ, സോ എൻ്റെ കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഗേ. ഗേ. ഗിറാഫ്. ഗിറാഫ്. ഓക്കെ, ഗേ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് നമുക്ക് നോക്കാം. ഗെൽഡ്. ഗെൽഡ്. ഗെൽഡ് മീനിങ് മണി. ഗാർട്ടൻ. ഗാർട്ടൻ. ഗാർട്ടൻ മീനിങ് ഗാർഡൻ. Gemuse. Gemuse. Gemuse meaning vegetables. Geschäft. Geschäft. Geschäft meaning shop. Geschenk. Geschenk. Geschenk meaning
ഗിഫ്റ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും യുടെ മുകളിൽ 2 ഡോട്ട്സും എയുടെ മുകളിൽ 2 ഡോട്ട്സും. ഇത് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങളുടെ അതിന്റെ പ്രൊണൗൺസിയേഷൻ, ഗേ യൂസ് ചെയ്തിട്ടുള്ള പ്രൊണൗൺസിയേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഗെൽഡ്, ഗാർട്ടൻ, ഗമ്യൂസർ, ഗെഷേഫ്റ്റ്, ഗെഷങ്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. ഹ. ഇംഗ്ലീഷ് ലെറ്റർ എച്ചിനെയാണ് നമ്മൾ ഹ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത്. എന്താണ്? ഹ. ഹ യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആണ് ഹൗസ്. ഹൗസ്. ഹൗസ് മീനിങ് ഹൗസ്. ഇവിടെ ശ്രദ്ധിക്കുക, സെയിം പ്രൊണൗൺസിയേഷൻ ആണ്, പക്ഷേ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്. ഹൗസ്. ഓക്കെ, എൻ്റെ കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഹ, ഹ, ഹൗസ്, ഹൗസ്. ഓക്കെ, ഹ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് നോക്കിയാലോ? ഹുണ്ട്. ഹുണ്ട്. ഹുണ്ട് മീനിങ് ഡോഗ്. ഹോട്ടൽ. ഹോട്ടൽ. ഹോട്ടൽ മീനിങ് ഹോട്ടൽ. ഹെഫ്റ്റ്. ഹെഫ്റ്റ്. ഹെഫ്റ്റ് മീനിങ് നോട്ട്ബുക്ക്. ഹുങ്ങർ. ഹുങ്ങർ. ഹുങ്കർ മീനിങ് ഹങ്കർ. ഹെൻഡി. ഹെൻഡി. ഹെൻഡി മീനിങ് മൊബൈൽ ഫോൺ. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഹുണ്ട്, ഹോട്ടൽ, ഹെഫ്റ്റ്, ഹുങ്ങർ, ഹെൻഡി. ഓക്കെ, സോ ചില വേർഡ്സ് ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആണ്, പക്ഷെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ചില കേസസിൽ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ, ജർമ്മൻ വൊക്കാബുലറീസ് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിന്റെ പ്രൊണൗൺസിയേഷൻ, അതായത് ഔസ്പ്രാഹെ എന്ന് ജർമ്മനിൽ പറയും. ഔസ്പ്രാഹെ അല്ലെങ്കിൽ സ്പെല്ലിംഗ് ആയിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ളത് ചില കേസസിൽ.